എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം ലേറ്റായി പോയ ഷുട്ടൂപ്പിയുടെ ഒരു ബർത്ത്ഡേ വ്ളോഗാട്ടോ അത്. എനിക്ക് തീരെ ടൈം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇടാണ്ടിരുന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ അവളെ കുത്തിപ്പിടിച്ച് എണീപ്പിച്ചിട്ടുണ്ട്. നമ്മളെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് വെച്ചാൽ, അല്ലെങ്കിൽ ഫസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് അമ്പലത്തിൽ പോകാമെന്നുള്ളതാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അവളെ എണീപ്പിച്ചൊന്ന് കുളിപ്പിച്ചൊക്കെ എടുത്ത്, കുറച്ച് ക്രാങ്കി ആയിരുന്നു. പിന്നെ ഞാൻ നേരെ റെഡിയാവാൻ പോയി. ഞാൻ റെഡിയായിട്ട് അവളെ റെഡിയാക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ കുറേ നാളിന് ശേഷമാണ് ഈ ഒരു സെറ്റ് മുണ്ട് ഉടുക്കാമെന്ന് വിചാരിച്ചത്. കുറേ നാളായിട്ടുണ്ടായിരുന്നു ഉടുത്തിട്ട്. അപ്പോൾ ഇന്ന് എന്തായാലും മഴയായത് കൊണ്ടും ഇന്ന് ഇതന്നെ ഉടുക്കാമെന്ന് വിചാരിച്ചു. പോരാത്തതിന് ഞാൻ പറയാൻ വരികയായിരുന്നു, നല്ല മഴയായിരുന്നു നമുക്ക് അന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ ഫ്രഷപ്പായി റെഡിയായി ഇത് അമ്പലത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ലോകനാർക്കാവ് ടെമ്പിളിലായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. മഴ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമുക്ക് രാത്രി തൊട്ട് പെയ്യാൻ തുടങ്ങിയതാണ്. ഭയങ്കര മഴയായിരുന്നു. അങ്ങനെ നമ്മൾ കുടയൊക്കെ എടുത്തിരുന്നെങ്കിലും പക്ഷേ ഒരു സ്ഥലം ഒഴിയാണ്ട് നമ്മൾ ഫുള്ളായിട്ട് നനഞ്ഞ് മുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം അവിടെ നിന്ന് എങ്ങനെയൊക്കെയോ നമ്മളൊന്ന് പ്രാർത്ഥിച്ച് പുറത്തേക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ച് പതുക്കെ അങ്ങ് കയറി. അതിനിതാ പ്രാർത്ഥിച്ചൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തെത്തിയിട്ടുണ്ട്. ഷുട്ടുപ്പി ഓൾറെഡി പ്രസാദം തിന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീട്ടിലെത്തുമ്പോഴേക്ക് ഇതാ അമ്മ നല്ല അടിപൊളി പായസമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് ഇന്നത്തെ മെനു എന്ന് പറയുന്നത് ബിരിയാണിയാണ്. അത് പക്ഷേ നമ്മൾ പാർസലാണ് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് പായസം മാത്രം വീട്ടിൽ നിന്ന് ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ ഇന്ന് ലൈറ്റായിട്ട് പെട്ടെന്ന് കഴിയുന്ന പരിപാടി നമ്മൾ മാഗിയിൽ ഒതുക്കി. അപ്പോൾ അതും കഴിച്ച് കുറച്ച് സമയം ഇങ്ങനെ ടി വി ഒക്കെ കണ്ടിരുന്നതിന് ശേഷം ഞാൻ ഷുട്ടൂപ്പിനെ പെട്ടെന്ന് തന്നെ ഉറക്കി കളഞ്ഞു. എന്നാൽ മാത്രമേ അവൾ കേക്ക് കട്ടിങ്ങിൻ്റെ ടൈമിലൊക്കെ ഫ്രഷായിട്ട് എണീക്കുള്ളൂ. അപ്പോൾ അപ്പോഴേക്കും അവളുടെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. അവർ വന്നപ്പോഴേക്കും അവൾ ഉറങ്ങിപ്പോയി. പിന്നെ ചമ്മന്തി നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു, ബിരിയാണിക്ക് കഴിക്കുന്ന ചമ്മന്തി. അപ്പോൾ അമ്മ അതും കൂടെ പ്രിപ്പയർ ചെയ്യലായിരുന്നു. അപ്പോഴേക്കും ഇതാ ഷുട്ടൂപ്പി നല്ല അടിപൊളിയായിട്ട് എണീച്ച് വന്നിട്ടുണ്ട്. രാവിലെ എണീച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് ഉറങ്ങിയതുകൊണ്ട് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. പിന്നെ അവർ കുട്ടികൾ കൂടി ഭയങ്കര തകൃതിയായിട്ടുള്ള കളിയായിരുന്നു. അവർ അങ്ങോട്ടും ഓടലും ഇങ്ങോട്ടും ഓടലും ഒളിച്ചും പൊത്ത് കളിക്കലും ഒക്കെ പരിപാടിയായിട്ട് ഇങ്ങനെ തകൃതിയായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അതിലിടയ്ക്ക് നമ്മൾ അമ്പലത്തിൽ നിന്ന് കൊണ്ടുവന്ന പായസം ഉണ്ടായിരുന്നു, അതും കൂടെ കുടിച്ചു അവളും കഴിച്ചു, കുട്ടികളും കഴിച്ചു. പിന്നെ ആസ് യൂഷ്വൽ അവർ കളി തുടങ്ങി. പിന്നെ അച്ഛനും അമ്മയും മാത്രമായിരുന്നു വരുന്നത്. ഭയങ്കര ഇൻറ്റിമേറ്റ് ഫംഗ്ഷൻ ആയിരുന്നു. അപ്പോൾ അത് നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം.